ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ശ്രീജസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു മീനാണ് ഇന്നത്തെ കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കറി വയ്ക്കുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ ഈ മീനിന് പലയിടത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ എന്താ പറയുന്നത് പേര്? ഞങ്ങൾ സീഡി എന്ന് പറയും, പിന്നെ മറ്റേ ആന ചവിട്ടി എന്ന് പറയും, ആവോലി മുള്ളൻ എന്ന് പറയും. അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലേ? ഇത് ശരിക്കും പറയണ ആവോലി മുള്ളൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം അതുപോലെയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ചെറുതിനേക്കാളും ഇതുപോലെ വലിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, അതുപോലെ നല്ല ഫ്ലഷുമാണ്. മുള്ളിനാണെങ്കിൽ ഒട്ടും ബലമില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും നമുക്ക് വലിയ പേടിക്കാനൊന്നുമില്ല, അങ്ങനെ മുള്ള് തറഞ്ഞു പോകും എന്നുള്ളതൊന്നും. അപ്പോൾ അതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനും കൂടാണേ. അപ്പോൾ ഈ മീൻ ഇതാ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തൊലി എടുക്കേണ്ടവർക്ക് അങ്ങനെ തൊലി എടുക്കുകയും ചെയ്യാം, അതല്ലാതെ ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതാ ഞാനിതിൻ്റെ ഒരു ഭാഗം ഒന്ന് തൊലിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല വൃത്തിയുള്ള, കാരണം നമ്മളിത് ക്ലീൻ ചെയ്താൽ പോലും നമുക്ക് പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന ഒരു മീനും കൂടാണിത്. അങ്ങനെ അതെല്ലാം അവിടെ വെച്ചതിന് ശേഷം ഞാനൊരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 2-3 പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു കറി വയ്ക്കുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പല രീതിയിലും നമുക്ക് വെക്കാം, എങ്ങനെ വെച്ചാലും നമുക്കിത് ടേസ്റ്റാണ്. പക്ഷേ ഇതിൽ ഞാൻ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ്. അങ്ങനെ ആ ഒരു തക്കാളി ഞാൻ ഒരു ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളിയെല്ലാം ഞാനത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് മാങ്ങ കഷ്ണങ്ങളാണ് കേട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ഭാഗമുള്ള ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവയൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, അത്രയും ചെറിയുള്ളി എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 15-20 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അതിനെ നേരെ കീറുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഒരുപാട് അങ്ങ് ചുവക്ക വറക്കണ്ട, എന്നാൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് വഴന്ന് കിട്ടുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ വേണമെങ്കിൽ മുഴുവനായിട്ട് വേണമെങ്കിൽ എരിവുള്ളത് ചേർക്കാം, അതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി മുഴുവനായിട്ട് വേണമെങ്കിൽ അത് ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ രണ്ടും കൂടിയാണ്, കളറിനും എരിവിനും വേണ്ടിയിട്ടാണ് രണ്ടും ചേർത്തത്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഉള്ളിയുടെയൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ വഴറ്റിയെടുക്കുന്ന സമയത്ത് ആ ഉള്ളിയുടെ ടേസ്റ്റും നമ്മുടെ ഈ മസാലകളുടെ ടേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് യോജിക്കുകയും എന്നതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് അതും കൂടെ ചേർത്ത് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കാരണം ഇത് നമുക്ക് മീനിന് അധികം വേവില്ലാത്ത മീനാണ്. അപ്പോൾ മാങ്ങയും ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വയ്ക്കണം. പിന്നെ ഞാനിതിലേക്ക് പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഇനി വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. കൂട്ടുകാർക്ക് പുളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയും ആവശ്യത്തിനുള്ള മാങ്ങയും കൂടെ ചേർത്തതുകൊണ്ടാണ് പിന്നെ പുളി ചേർക്കാത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. പിന്നെ കൂട്ടുകാരൊക്കെ പല രീതിയിൽ ഈ കറിയൊക്കെ തയ്യാറാക്കുന്നുണ്ടാവും. ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കറിയൊന്നും അധികം ആരും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ.
അങ്ങനെ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചപ്പോഴേക്ക് തന്നെ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ മീനിന് അധികം എരിവില്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നമുക്കിട്ട് തിളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ അത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ ഈ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മീനിനെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മതി കേട്ടോ. അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മീനൊക്കെ വെന്ത് കിട്ടും. ഉടയാതെ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയൊരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മീൻ കറി വയ്ക്കുമ്പോൾ. ചിലർ വിചാരിക്കും ഇത് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കറി വെക്കാത്തവരെ. പക്ഷേ നല്ല രുചിയാണ് കേട്ടോ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കറി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ കറി വെച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഇതിലിട്ട് കൊടുത്തു. കാരണം നമ്മുടെ ഗ്രേവിയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ചാൽ മതി. അപ്പോൾ മുളകും മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഇതിലാരും അങ്ങനെ അധികം മാങ്ങയൊന്നും ഇട്ട് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് വെച്ചപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം അതിലിട്ട് ഞാനെല്ലാം പൊടിഞ്ഞോണ്ട് പോവാത്ത രീതിയിൽ മെല്ലെ മെല്ലെ ഇളക്കി എല്ലാറ്റിലേക്കും ഈ ഗ്രേവി ആവുന്ന രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തു. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റിൻ്റെ അകം തന്നെ ഇത് നന്നായിട്ട് നമുക്ക് പാകമായി കിട്ടുമേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനൊന്ന് അടപ്പ് മാറ്റി നോക്കിയപ്പോഴേക്കും ഇതാ നമ്മുടെ കറിയൊക്കെ അങ്ങ് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടേ. കണ്ടല്ലോ, സൈഡൊക്കെ കണ്ടില്ലേ കൂട്ടുകാർ, എണ്ണ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനും അധികം പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. പിന്നെ നമുക്കിതാ ഈ ഗ്രേവി ആവശ്യത്തിന് ഇപ്പോൾ നല്ല രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയല്ലേ, നമ്മളൊന്ന് ചൂടാറുമ്പോഴേക്ക് ഇത് ഒന്നും കൂടെ നമ്മുടെ കറി കുറുകും. ആവശ്യത്തിനുള്ള പരുവാവേ. ഇതാ ഇത്രയും ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ ഈ പരുവായിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരല്പം വെളിച്ചെണ്ണ മേലെ തൂവി കൊടുക്കാം. വേണമെന്നില്ല, കാരണം ഇത് നമ്മൾ മേലെ തന്നെ കണ്ടില്ലേ എണ്ണ തെളിഞ്ഞത്. ഈ മീനിനും അത്യാവശ്യം നല്ല ഈ എണ്ണമയമുള്ളൊരു മീനാണ് കേട്ടോ. എന്നാലും ഞാനൊരു അല്പം ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ എണ്ണ കൂടുതൽ ചേർക്കാറില്ല. അപ്പോൾ വീഡിയോയിൽ നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം വെളിച്ചെണ്ണയും കൂടെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സ്റ്റെപ്പ് തീർത്തും ഓപ്ഷനാണ്, കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എണ്ണയൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളേ. അങ്ങനെ ഇതാ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഞാനിതാ സൈഡായിട്ട് അടച്ചു വെച്ചു കേട്ടോ. അങ്ങനെ ഒരു ഒത്തിരി നേരം കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്ക് നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് കുറുകി പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ ഒപ്പവും കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. പ്രത്യേകിച്ച് ഇതിൽ മാങ്ങയും കൂടെ ആയതുകൊണ്ട് ഒരു ടേസ്റ്റ്, ഒരു വേറെ രുചി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഇങ്ങനെ മാങ്ങ ഇട്ടിട്ട് ഈ മീനൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. മാങ്ങ ഇട്ടിട്ട് ചിലപ്പോൾ നമ്മൾ അധികമൊന്നും ഈ കറി ഉണ്ടാക്കി കാണാൻ സാധ്യതയില്ല. എന്നാലും കൂട്ടുകാരൊന്ന് തയ്യാറാക്കി കാണിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.